اللهم بارك لنا في هذا الأمر يا رب العالمين. اللهم بارك لنا في هذا الأمر يا رب العالمين. اللهم أنت حمينا بحمايتك وتكفينا بكفايتك وتنظر إلينا بعنايتك ومعرفتك يا رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഏറ്റവും സ്നേഹം നിറഞ്ഞ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, ഈ മാനവ സംഗമത്തിൻ്റെ പ്ലാനിംഗ് ബോർഡിലെ അംഗങ്ങൾ, എൻ്റെ പ്രിയ അക്കാഡമിക് സെഷനെത്തിയ പഠിതാക്കൾ, മമ്പുറം തങ്ങളും കോന്തുനായരും നാടുണർത്തിയ സൗഹൃദം എന്ന തലവാചകത്തിൽ നടക്കുന്ന മാനവ സംഗമത്തിന്റെ ഉദ്ഘാടന സമ്മേളനമാണ് ആരംഭിക്കുന്നത്. വർത്തമാന ചരിത്രത്തിൽ ഏറെ പ്രസക്തമായ ഒരു പ്രമേയത്തെ അധികരിച്ച് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ സംഗമം തീർത്തും കാലിക പ്രസക്തമാണ് എന്നറിയാം. ഒരു സാർവലൗകിക മതമായ പ്രത്യയശാസ്ത്രപരമായും ഏറെ ഉയർന്നു നിൽക്കുന്ന ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം. അതിലെ വൈവിധ്യങ്ങളും ബഹുസ്വരതയുമാണ് ഈ ഉയർച്ചയ്ക്ക് കാരണമെന്നും നമുക്കറിയാം. ചരിത്രം പരതുമ്പോൾ കൃത്യമായി അത് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം, അവിടുത്തെ പരിസരം എന്ന് പറയുന്നത് വ്യത്യസ്തരായ ജനതയായിരുന്നു. പേർഷ്യക്കാരുണ്ടായിരുന്നു, അറബികളുണ്ടായിരുന്നു, റോമക്കാരുണ്ടായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചര്യം. അങ്ങനെ നോക്കുമ്പോൾ അവിടെ കറുത്തവരുണ്ടായിരുന്നു, വെളുത്തവരും ഉണ്ടായിരുന്നു. മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോൾ അവിടെ യഹൂദരുണ്ടായിരുന്നു, നസ്രാണികൾ ഉണ്ടായിരുന്നു, മുസ്ലിം മതക്കാരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ജീവിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികത്താണ്. അവിടുത്തെ തണലു സമ്പാദിച്ചാണ് അവർ ജീവിച്ചു പോകുന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നു നോക്കൂ. ഇന്ത്യയുടെ കഴിഞ്ഞകാല ചരിത്രം പരതുമ്പോ കൃത്യമായി അത് ബോധ്യപ്പെടുന്നുണ്ട്. ഡൽഹിയിലെയും ആഗ്രയിലെയും ജയ്പൂരിലെയും ഒക്കെ ചരിത്രങ്ങൾ പരന്നുമ്പോൾ ഈ മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും വ്യക്തമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് കടന്നു വന്ന് നോക്കൂ. കേരളത്തിന്റെ ചരിത്രം അങ്ങനെയാണുള്ളത്. കേരളത്തിന്റെ ചരിത്രം തന്നെ അത് തറവാടിന്റെയും ഗോത്രത്തിന്റെയും അതുപോലെ തന്നെ സമുദായത്തിന്റെയും ദേശങ്ങളുടെയും ചരിത്രമാണ് യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത്. ബാർബോസ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷിലെ പ്രശസ്തനായ സാഹിത്യകാരൻ പറയുന്നുണ്ട്, ഏറ്റവും രണ്ട് പ്രബലമായ മതങ്ങൾ ലോകത്ത് ജീവിച്ചതിന്റെ, ഏറ്റവും കലഹങ്ങളില്ലാതെ ജീവിച്ചതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് കേരളമെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. അത് കേരളത്തിന് എന്നും മാതൃകയാണ്. കേരളത്തിലെ ഒരേ പറമ്പിൽ പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്. അത് സൗഹാർദ്ദത്തിന്റെ സിംബലായി കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ മതത്തിന്റെ പേരിലോ ജാതീയതയുടെ പേരിലോ സംഘടനകൾക്ക് ഒരു കാലത്തും പ്രസക്തി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ശ്രീ ശങ്കരാചാര്യനെ കുറിച്ച് കേരളത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരൻ എ ശ്രീധരമേനോന്റെ കേരള സംസ്കാരം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ ശങ്കരാചാര്യൻ ഏകദൈവ വിശ്വാസത്തിൽ ഇസ്ലാമിന്റെ ആദർശങ്ങളോട് നീതി പുലർത്തിയിരുന്നു എന്ന്. അങ്ങനെയായിരുന്നു പഴയ കാലത്ത് പണ്ഡിതർ, ആ കാലത്തെ ഗുരുനാഥന്മാർ അങ്ങനെയായിരുന്നു ജീവിച്ചത് എന്ന് കേരളത്തിന്റെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. സാമൂതിരിയും കുഞ്ഞാലിമരക്കാരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമുക്കറിയാം. വടക്കൻ പാട്ടിലെ വരികൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. കോട്ടക്കലോമന കുഞ്ഞാലിക്ക് തീയരും നായരും ഒരുപോലെ എന്ന് വടക്കൻ പാട്ടിന്റെ വരികളിലൂടെ പറയുന്നുണ്ട്. അത് നമ്മളോട് വിളിച്ചു പറയുന്നത് സാമൂതിരിയും കുഞ്ഞാലിമരക്കാരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചായിരുന്നു. ഗാന്ധിജിയും മുഹമ്മദ് അലിയും തമ്മിലുള്ള ബന്ധം നമ്മൾ വായിച്ചവരാണ്, നമ്മൾ അറിഞ്ഞവരാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ ഹിന്ദുവും മുസൽമാനും കൈകോർത്ത് നിന്നാണ് കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെരുവിലിറങ്ങിയത്. അങ്ങനെ വായിക്കപ്പെടുമ്പോൾ നമുക്കറിയാം, കുഞ്ഞായിൻ മുസ്ലിയാരും മങ്ങാട്ടച്ചന്റെയും കഥ അതുപോലെ തന്നെയായിരുന്നു. മമ്പുറം തങ്ങളും കോന്തുനായരുടെയും സൗഹൃദം നമ്മളോട് പറയുന്നത് ഈ ഒരു വല്ലാത്ത അടുപ്പമായിരുന്നു.
മതത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെയാണ് ഇവർ സമൂഹത്തിലൂടെ, തെരുവിലൂടെ, ഇവിടത്തെ ഗ്രാമങ്ങളിലൂടെ നടന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നുണ്ട്. ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിപ്പോ SSF പ്രമേയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സൗഹാർദ്ദങ്ങളെ തിരിച്ചു പിടിക്കണം. മമ്പുറം തങ്ങൾ ഇവിടത്തെ ജാതീയതക്കെതിരെ, ഇവിടത്തെ മുതലാളിത്തത്തിനെതിരെ, ഇവിടെ കൊളോണിയലിസത്തിന്റെയും അധികാരത്തിന്റെയും ഈ ഹുങ്കുപയോഗിച്ച് ഇവിടെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട ജനതയോട് കൂടിയായിരുന്നു ഈ മമ്പുറം തങ്ങൾ എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് SSF സെമിനാറുമായി, ഈ മഹാസംഘവുമായി മുന്നോട്ട് വന്നത് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്, നമ്മുടെ മാനവ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് അഭിവന്യരായ കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സാറാണ്. അഭാവത്തിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ ഒരുപാട് അക്കാഡമിഷ്യന്മാരുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ അറിയപ്പെട്ട ഒരുപാട് എഴുത്തുകാർ, പ്രാസംഗികർ ഈ വേദിയിലുണ്ട്. പ്രൊഫസർ AP അബ്ദുൽ വഹാബ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരള ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ അഭിവന്യരായ AP അബ്ദുൽ വഹാബ് സാറുണ്ട്. ഈ പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാനും കേരളത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരനും ഗ്രന്ഥകർത്താവും ചരിത്രകാരനുമായ നമ്മുടെ പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ അഭിവന്യരായ ഡോക്ടർ KKN കുറുപ്പ് സാറുണ്ട്. സ്നേഹപൂർവ്വം ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോക്ടർ KS മാധവൻ സാറുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ചരിത്ര വിഭാഗം അധ്യാപകനായ സീനിയർ ലെക്ചറായ ഡോക്ടർ KS മാധവൻ സാറുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ M നിസാർ, എഴുത്തുകാരനും ഗ്രന്ഥകർത്താവുമായ ഫറൂഖ് കോളേജിലെ ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ M നിസാർ സാറുണ്ട്. അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡ് അംഗങ്ങളായ IPB ഡയറക്ടർ M മുഹമ്മദ് സ്വാദിഖ്, SSF സംസ്ഥാന അധ്യക്ഷൻ NV അബ്ദുൾ റസാഖ് സഖാഫി, സംസ്ഥാന ജനറൽ സെക്രട്ടറി M അബ്ദുൽ മജീദ്, SSFന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് NM സാദിഖ് സഖാഫി അടക്കമുള്ള ധീരരായ നേതാക്കളും പ്രവർത്തകരും നമ്മളോടൊപ്പമുണ്ട്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മഹാസംഗമത്തിൽ പഠിക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട ഡെലിഗേറ്റ്സ് എല്ലാവരെയും ഈ വേദിയിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ദൂരെ നിന്ന് സാഗൂതം വീക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്റെ പ്രിയപ്പെട്ട നല്ലവരായ ഓഡിയൻസിനെ ഈ വേദിയിലേക്ക്, ഈ മഹാസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് KV ഫക്രുദ്ദീൻ സഖാഫിയോട് ആവശ്യപ്പെട്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള സമാധരണീയരായ കേരളത്തിലെ, രാജ്യത്തെ പ്രമുഖ മുഖ്യധാര ചരിത്രകാരൻ, പ്രശസ്തനായ വിദ്യാഭ്യാസ വിചക്ഷണൻ, ഒരു മുഖവിരയില്ലാതെ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ അറിയപ്പെടുകയും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സമാദരണീയനായ ഡോക്ടർ KKN കുറുപ്പ് സാർ, കാലിക്കറ്റ് സർവകലാശാലയിലെ അധ്യാപകൻ, ആദരണീയനായ ചരിത്രകാരൻ ഡോക്ടർ KS മാധവൻ സാർ, ഫറൂഖ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, ചരിത്ര അധ്യാപകൻ ഡോക്ടർ നിസാർ സാർ, സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഈ മഹോജ്വല പ്രസ്ഥാനത്തിന്റെ പ്രഗത്ഭനായ സംസ്ഥാന പ്രസിഡന്റ്, എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് അബ്ദുൾ റസാഖ് സഖാഫി സാഹിബ്, ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോയുടെ ഡയറക്ടർ, പ്രിയപ്പെട്ട M സാദിഖ്, SSFന്റെ മുൻ ഭാരവാഹികളായ
സുന്നി പ്രസ്ഥാനത്തിന്റെ യുവ നേതൃനിരയിലെ പ്രഗത്ഭരായ NM സാദിഖ് സഖാഫി, SSF സംസ്ഥാന സെക്രട്ടറി മജീദ് അരിയല്ലൂർ, ഈ സെമിനാറിന്റെ അധ്യക്ഷൻ SSF ജില്ലാ വെസ്റ്റ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഫക്രുദ്ദീൻ സഖാഫി, വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം SSF കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ സംബന്ധിക്കാൻ വന്ന ഈ സുഹൃത്ത് കേരളത്തിൽ യുവ സമൂഹത്തിന്റെ പഴയകാല പ്രസരിപ്പുകളെ അനുസ്മരിച്ചുകൊണ്ട്, ഓർത്തെടുത്തുകൊണ്ട്, ആ ചൈതന്യത്തെയും പ്രസരിപ്പിനെയും ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് സുന്നി വിദ്യാർത്ഥി സംഘടനയായ SSF ആണെന്ന് പറഞ്ഞത് സാന്ദർഭികമായി ഞാൻ ഒന്ന് ഇവിടെ എടുത്ത് പറയുകയാണ്. എത്രയോ സാംസ്കാരിക സെമിനാറുകൾ, മഹാസമ്മേളനങ്ങളായി മാറിയ സാംസ്കാരിക സെമിനാറുകൾ, സാംസ്കാരിക കേരളത്തിന്റെ സജീവമായ ചർച്ചയ്ക്ക് എത്രയോ വിഷയങ്ങൾ പ്രദാനം ചെയ്തു SSF. പല പരിപാടികളിലും സംബന്ധിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. സാംസ്കാരിക സാമ്രാജ്യത്വത്തെ നിരാകരിക്കുക തുടങ്ങിയ എണ്ണം പറഞ്ഞ ക്യാമ്പയിനുകൾ കേരളത്തിൽ നടത്തി. ഇപ്പോൾ നാം ഒന്നിക്കുക, നാടിനെ നിർമ്മിക്കുക എന്ന മഹോജ്വലമായൊരു വിഷയത്തെയാണ് SSF ഉയർത്തി കാട്ടുന്നത്. ഏറ്റവും സന്ദർഭോചിതമായ ഒരു വിഷയമാണ് എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ഒരാവശ്യമില്ല. നാട് ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും ആശങ്കാജനകമായ ഒന്നാണ്. നാട് ഭിന്നിച്ചു പോയാൽ നമ്മൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾക്ക്, മറ്റു നേട്ടങ്ങൾക്ക് എന്ത് പ്രസക്തി എന്ന് നമ്മൾ ആലോചിക്കുക. ശാസ്ത്രത്തിന്റെ പുരോഗതി, സാങ്കേതിക വിദ്യയുടെ പുരോഗതി, വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി, റോഡോരങ്ങളിലൂടെ കുതിച്ചു പായുന്ന വാഹനങ്ങളുടെ എണ്ണം, ആളുകളുടെ മനസ്സുകൾ അകലുകയും മനസ്സുകൾക്കിടയിൽ മതിൽക്കെട്ടുകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്താൽ ഇപ്പറയുന്ന പുരോഗതികൾക്ക് എന്തർത്ഥം എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ഈ നാടിന് അത്യാവശ്യമായിട്ടുള്ളത്, അനിവാര്യമായിട്ടുള്ളത്, ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന് അത്യാവശ്യമായിട്ടുള്ളത് ഏക സിവിൽ കോഡ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏകോദര സാഹോദര്യ ബോധമാണ്. ഏകോദര സാഹോദര്യ ബോധം നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണ്. ഏകോദര സാഹോദര്യ ബോധം നമ്മളിൽ നിന്ന് അസ്തമിച്ചു പോയാൽ എല്ലാം തകർന്ന് തരിപ്പണമാകും എന്നുള്ളത് കാലം സാക്ഷിയായ, അനുഭവങ്ങൾ സാക്ഷീകരിക്കുന്ന ഒരു വസ്തുതയാണ്. നാട് ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള ഒരു ഉദാത്തമായ കരുതൽ പ്രവർത്തനമാണ് സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹം നെഞ്ചകത്തിൽ ഏറ്റെടുക്കേണ്ട ഉദാത്തമായ ഒരു സന്ദേശമാണ് നാട് നാം ഒന്നിക്കുക, നാടിനെ നിർമ്മിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് മമ്പുറം തങ്ങളും കോന്തു നായരും എന്ന വളരെ അർത്ഥവത്തായ ആയിരം പൊരുളുകളുള്ള ഈ സന്ദേശം, മുദ്രാവാക്യം, ക്യാപ്ഷൻ, തലവാചകം
സമൂഹത്തിൽ സജീവ ചർച്ച വിഷയമാക്കി കൊണ്ടിരിക്കുന്നത്. മമ്പുറം തങ്ങൾ ഈ നാടറിയുന്ന മഹോജ്വലനായ വ്യക്തിത്വമാണ്. മഹാനായ മമ്പുറം ഖുതുബ് സമാൻ സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട തങ്ങൾ അവർകളെ ഏതേത് വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുക? ഏത് വാക്കുകളാണ് തങ്ങൾ അവരുടെ ഉദാത്തവും ഉജ്ജ്വലവുമായ വ്യക്തിത്വത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ പര്യാപ്തമാകുക എന്ന് നമ്മൾ ആലോചിക്കുക. മലയാള ഭാഷയുടെ പരിധിയുടെ തോതനുസരിച്ച് മഹോജ്വലനായ പണ്ഡിതൻ, മഹോജ്വലനായ സാമൂഹ്യ പരിഷ്കർത്താവ്, ഉജ്ജ്വലനായ ഒരു പോരാളി, അതുല്യനായ വ്യക്തിത്വം, അനുപമമായ വ്യക്തിവിശേഷണത്തിന്റെ ഉടമ, എല്ലാറ്റിലും ഉപരി അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം സിദ്ധിച്ച തുല്യതയില്ലാത്ത മഹാപുരുഷൻ മഹാനായ മമ്പുറം ഖുതുബ് സമാൻ സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ഈ ലോകത്തോട് വട പറഞ്ഞിട്ട് വഫാത്തായി എത്ര വർഷമായി നമ്മൾ ആലോചിക്കുക? 1844 ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ വഫാത്താകുന്നത്. ആ കാലഘട്ടം നമുക്കറിയാം. ബ്രിട്ടീഷുകാരുടെ ഭീകരമായ കിരാതവുമായ സാമ്രാജ്യത്വത്തിന്റെ തേർവാഴ്ച നിലനിന്നിരുന്ന സന്ദർഭത്തിലാണ് കാലത്തിന്റെ വെളിയാളം, കാലത്തിന്റെ താല്പര്യം, കാലത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനവർകൾ വളരെ ശക്തമായ, വളരെ വ്യക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചത്. ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും അസ്വീകാര്യനായ വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട മമ്പുറം ഖുതുബ് സമാൻ സയ്യിദ് അലവി തങ്ങൾ. ആത്മീയ നേതൃത്വത്തിന്റെ അകംപൊരുളുകളെ മുഴുവൻ അവഹിച്ചുകൊണ്ടായിരുന്നു അക്കാലത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനവറുകൾ രംഗപ്രവേശം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ആത്മീയ നേതൃത്വത്തിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത്. അതാണ് ആത്മീയ നേതൃത്വത്തിൽ നിന്ന് കാലം താല്പര്യപ്പെടുന്നത്. സന്ദർഭത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ആളുകളെ ഉദ്ധരിക്കുവാനും ആളുകൾക്ക് നേതൃത്വം നൽകാനും സാമൂഹിക നിലപാടുകളെ നിർണയിക്കാനും ഏറ്റവും മുഖ്യമായി രംഗത്ത് വരികയും മുഖ്യ നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ദൗത്യമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളവர்கள். നമ്മൾ പരിശോധിക്കുക, ഏത് ദശാസന്ധിയിലും അതുപോലുള്ള മഹോജ്വല നിയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ യഹ്യ ഇബ്നു ഗസാലി, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം മഅ്ബരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട പൊന്നാനിയിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അപ്രകാരം കാലത്തിന്റെ വെളിയാളത്തിന് ഉത്തരം നൽകിക്കൊണ്ട്, കാലത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഒരു ജനതയ്ക്ക് മുഴുവൻ നേതൃത്വം നൽകാൻ രംഗം പ്രവേശം ചെയ്ത മഹിതനായ മനുഷ്യനായിരുന്നു. പോർച്ചുഗീസുകാരുടെ അധിനിവേശം 1498 ഡോക്ടർ KKN കുറുപ്പിനെ പോലുള്ള ചരിത്രകാരന്മാരുടെ സാന്നിധ്യത്തിൽ ഞാനിത് പറയുന്നത് ഒരു പക്ഷെ അധിക പ്രസംഗമായേക്കും. ഡോക്ടർ KKN കുറുപ്പും യുവ ചരിത്രകാരന്മാരും തീർച്ചയായും അതിന്റെ അനുബന്ധങ്ങൾ കുറിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊരു സന്ദേഹമില്ലല്ലോ, സംശയമില്ലല്ലോ. ബഹുമാനപ്പെട്ട പൊന്നാനിയിലെ മഖ്ദൂം തങ്ങൾ സമരാഹ്വാനം നടത്തിയത് പോർച്ചുഗീസുകാർക്കെതിരായിരുന്നു. പോർച്ചുഗീസുകാരുടെ കിരാതമായ തേർവാഴ്ച 1498 പോർച്ചുഗീസുകാരുടെ രംഗപ്രവേശമുണ്ടായി. 1502 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ തീരപ്രദേശങ്ങൾ മുഴുവൻ സംഘർഷമുഖരിതമായി. 4 വർഷങ്ങൾ തികഞ്ഞില്ല പോർച്ചുഗീസുകാരുടെ നായാട്ട് നമ്മുടെ പടിഞ്ഞാറൻ തീരങ്ങളെ സംബീതമാക്കി. ആ സന്ദർഭത്തിലാണ് തഹ്രീർ അഹ്ലിൽ ഈമാനി അലാ ജിഹാദി അബ്ദത്തു സുൽബാനി എന്നുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് പിന്നീട് കാവ്യമായി, പിന്നീട് ഗ്രന്ഥമായി, പിന്നീട് ബെയ്ത്തായി, പിന്നീട് അത് 10,000 ചുണ്ടുകളിലെ സ്ഥിരം മന്ത്രമായി അത് വ്യാപിക്കുകയുണ്ടായി. തഹ്രീർ അഹ്ലിൽ ഈമാനി അലാ ജിഹാദി അബ്ദത്തു സുൽബാനി. കാലത്തിന്റെ സന്ദേശം, കാലത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ആളുകളോട് രംഗത്ത് വരാനുള്ള ആഹ്വാനമായിരുന്നു പൊന്നാനിയിലെ ഷെയ്ഖ് സൈനുദ്ദീൻ തങ്ങൾ അവർകൾ നിർവഹിച്ചത്. ആഹ്വാനം കേട്ട മാത്രയിൽ ചെറുപ്പക്കാർ, ആഹ്വാനം കേട്ട മാത്രയിൽ ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാർ രംഗത്ത് വന്നു പോർച്ചുഗീസുകാർക്കെതിരെ അണിനിരക്കുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് കൊച്ചിയിലെ വലിയ വാണിജ്യ കുടുംബം, ഡോക്ടർ KKN കുറുപ്പ് സാർ അതിൽ ഗവേഷണം നടത്തിയ ബഹുമാന്യ ചരിത്രകാരനാണ്. ആ വാണിജ്യ കുടുംബം കൊച്ചിയിൽ നിന്ന്
പൊന്നാനിയിലേക്ക് വരുന്നത് തങ്ങൾ അവരുടെ ആവശ്യപ്രകാരം അനുഗ്രഹത്തോടു കൂടി കോഴിക്കോട്ടേക്ക് പോകുന്നത് സാമൂതിരിയുടെ മുമ്പിൽ തങ്ങളുടെ ആയുധങ്ങളും തങ്ങളുടെ പടയാളികളെയും തങ്ങളുടെ പടക്കോപ്പുകളെയും സാമൂതിരിയുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. തുടർന്ന് കേരളം കണ്ട ഉദാത്തമായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും അധ്യായം ആരംഭിക്കുകയാണ്. ഈ രാജ്യം കണ്ട അധിനിവേശത്തിനെതിരെയുള്ള ആദ്യത്തെ സമരം ആരംഭിക്കുകയാണ്. ആ സമരത്തിന്റെ ശീലുകളിലാണ് ആവേശകരമായ സാമുദായിക ഐക്യത്തിന്റെ മഹോജ്വല മാതൃകകൾ അങ്ങനെ ഓരോന്നോരോന്നായി ഇതൾ വിടർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചാലിയങ്കോട്ട തകർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളുടെ മകൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് മൗലവി എന്ന ചെറുപ്പക്കാരനും യുവാക്കളും രംഗത്തേക്ക് വരുന്നു. സാമൂതിരിയുടെ നായർ പടയാളികൾ അവരെ സ്വാഗതം ചെയ്യുന്നു. നായർ പടയാളികളും സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ മക്കളും ഉൾപ്പെടെയുള്ള ജനസഞ്ചയവും ചാലിയങ്കോട്ട തകർക്കുന്നു. ആ സംഭവത്തെ ആസ്വദിച്ചുകൊണ്ട് ആ സംഭവത്തിൽ ആവേശഭരിതമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന മഹിതനായ ചരിത്ര പണ്ഡിതൻ, മഹിതനായ പണ്ഡിതൻ ഫത്ഹുൽ മുബീൻ മഹത്തായ വിജയം എന്ന വലിയ ഒരു ഗ്രന്ഥം തന്നെ രചിക്കുന്നു. എന്നിട്ട് സഹോദരൻ ഈ സാമൂതിരി ചക്രവർത്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. മമ്പുറം തങ്ങളും കോന്തു നായരും എന്നുള്ള ഈ സമുജ്ജല വിഷയത്തിന്റെ മർമ്മങ്ങളിൽ ഈ സംഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. ഫത്ഹുൽ മുബീനിൽ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് അവർ പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ ഹിന്ദുവായ സാമൂതിരിക്ക് ദീർഘായുസ് നൽകണമേ. പടച്ചവനെ ഹിന്ദുവായ സാമൂതിരിയുടെ മാതൃക മറ്റു സുൽത്താൻമാരും രാജാക്കന്മാരും സ്വീകരിക്കാനുള്ള ഇടവരണമേ പടച്ചവനെ എന്ന് ഫത്ഹുൽ മുബീനിൽ ഖാദി മുഹമ്മദ് അവർ പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് നമ്മുടെ പൈതൃകവും പാരമ്പര്യവും പിന്നിട്ട വഴികളും എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്തിനാണ് സാമുദായികതയുടെ പേരിൽ ആളുകളെ പരസ്പരം ചേരിതിരിക്കുന്നത്? എന്തിനാണ് ആളുകളെ തമ്മിൽ പരസ്പരം ഭിന്നിപ്പിക്കുന്നത്? നമ്മുടെ തെരുവോരങ്ങളിലെ പ്രസംഗങ്ങൾ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ രാജ്യദ്രോഹം മറ്റെന്താണ് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം ആളുകളെ നമ്മിൽ കൂട്ടിയിണക്കുന്നതായിരുന്നു. ബഹുമാനപ്പെട്ട മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ മുഴുവൻ ജനതയുടെയും നേതാവായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ ഈ തീരുമാനപ്രകാരവും ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്ഥാനസ്ഥല നിശ്ചയപ്രകാരവുമാണ് ഈ നാട്ടിൽ ആളുകൾ വീടുകൾ നിർമ്മിച്ചിരുന്നത്, പള്ളികളും ആരാധനാലയങ്ങളും നിർമ്മിച്ചിരുന്നത്. ആളുകളുടെ സാമൂഹ്യമായ കൂടിച്ചേരലുകളുടെ തീയതികൾ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളെക്കാൾ വലിയ ആത്മീയ നേതൃത്വം കേരളത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ കാര്യസ്ഥൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നത് കോന്തു നായർ എന്ന് പറയുന്ന ഒരു മാന്യനായ മനുഷ്യനായിരുന്നു. എന്തിനാണ് കോന്തു നായരെ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ കാര്യസ്ഥനാക്കിയത് എന്ന് നമ്മൾ രണ്ടു വട്ടം ആലോചിക്കുക. കൊടിഞ്ഞിയിലെ പള്ളിയിൽ, കൊടിഞ്ഞി പള്ളി പ്രസിദ്ധമായ പള്ളിയാണല്ലോ. മമ്പുറം തങ്ങളുമായി അഭേദ്യമായ ജനിതക ബന്ധമുള്ള പള്ളിയാണല്ലോ കൊടിഞ്ഞി പള്ളി. ആ കൊടിഞ്ഞി പള്ളിക്ക് അകത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ ഇരിക്കുമ്പോൾ കൊടിഞ്ഞി പള്ളിയുടെ പൂമുഖത്ത് കസേരയിൽ കോന്തു നായർ ഇരിക്കും. കോന്തു നായരോട് ചോദിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെ പരിപാടികളുടെ തീയതികൾ ആളുകൾ കുറിച്ചു കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നത് പുഷ്കലവും സമൃദ്ധവുമായ ചരിത്രത്തിന്റെ അടയാളക്കുറിപ്പുകളാണ്. ഇതാണ് നാം പിന്നിട്ട വഴികളുടെ ചിത്രം എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുക. എത്ര മഹോജ്വലമായ സംഭവങ്ങൾ. സാന്ദർഭികമായി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. പ്രിയങ്കരനായ കേരളത്തിന്റെ അഭിമാനമായ പഴശ്ശിരാജ, വീര പഴശ്ശി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പഴശ്ശിരാജ, ഞാൻ ഒരു ചെറിയ ശകലം മാത്രം ചരിത്രത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പഴശ്ശിരാജ ഈ കുറ്റിയാടി എന്ന് പറയുന്ന സ്ഥലനാമമുണ്ടല്ലോ, സിറാജുൽ ഹുദയില് ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ പോയപ്പോൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടുകയുണ്ടായി. പഴശ്ശിരാജാവ് കുറ്റിയാടി എന്ന സ്ഥലനാമം പോലും വന്നത് വാസ്തവത്തിൽ അങ്ങനെയാണ്. മരുതോങ്കര തൊണ്ടിപ്പോയിൽ എന്ന ഒരു സ്ഥലമാണ് പിന്നീട് കുറ്റിയാടിയായി മാറിയത്. പഴശ്ശിരാജാവ് അക്കാലത്തൊക്കെ നാട്ടുരാജാക്കന്മാർ ഇന്നത്തെ പല കാലങ്ങളിലെയും ഭരണാധികാരികളെ പോലെയൊന്നും ആയിരുന്നില്ലല്ലോ. പഴശ്ശിരാജാവ് മഹാനായ പഴശ്ശിരാജാവായിരുന്നു, സാധാരണക്കാരനുമായിരുന്നു. ഒരു ദിവസം ഉച്ചക്ക് കഞ്ഞിയിൽ
സാധാരണ പഴശ്ശിരാജാവിന്റെ അമ്മ കഞ്ഞി വിളമ്പി കൊടുക്കുമ്പോൾ നാളികേരം ചിരണ്ടി ആ കഞ്ഞിയിലിട്ട് കൊടുക്കാറുണ്ട്. ഉച്ചക്ക് ഈ കഞ്ഞി കുടിക്കാൻ വന്നപ്പോ അതിനകത്ത് നാളികേരം കാണുന്നില്ല. അപ്പോൾ അമ്മയോട് ചോദിക്കുന്നു, പഴശ്ശി രാജാവ്, അമ്മേ കഞ്ഞിയിൽ നാളികേരമില്ലേ? അപ്പോ അമ്മ മറുപടി പറയുന്നു, കാവിലമ്പാറ നാളികേരം പലരും കൊണ്ടുപോവുകയല്ലേ, നീ ബ്രിട്ടീഷ് ഈ യുദ്ധവും അതുപോലുള്ള ഏർപ്പാടുകളുമായിട്ട് നടക്കുകയല്ലേ, സ്വന്തം നാട് നോക്കി നടത്താൻ സാധിക്കാത്ത നിനക്ക് കഞ്ഞിയിൽ നാളികേരം ചിരണ്ടി തരില്ല എന്ന് അമ്മ പറയുന്നു. അപ്പോഴാണ് ഈ കോട്ടയം നാട്ടുരാജ്യത്തിന്റെ ഭാഗമായ കാവിലമ്പാറ പ്രദേശം കുറ്റ്യാടി തേങ്ങയെന്ന്, കാവിലമ്പാറ തേങ്ങയെന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ട, കുറ്റ്യാടി തേങ്ങയെന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ആ നാളികേരം ഉൾപ്പെടും പ്രസിദ്ധമായി ആ നാളികേരം വിളയുന്ന പ്രദേശം കോട്ടയം നാട്ടുരാജ്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ പഴശ്ശി രാജാവ് 1805 മുതൽ 15 വരെ ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടത്തിലായിരുന്നല്ലോ. നാട്ടുരാജ്യം നോക്കാൻ നേരം കിട്ടിയില്ല പഴശ്ശി രാജയ്ക്ക്. അമ്മയുടെ മറുപടി കേട്ടപ്പോൾ പഴശ്ശി രാജ കാവിലമ്പാറയിലേക്ക് പോവുകയാണ്. ആരെയാണ് കൂടെ കൂട്ടിയത് എന്ന് നമ്മൾ അറിയുക. മമ്പുറം തങ്ങളും കോന്തു നായരും എന്ന വിഷയത്തിന്റെ അകമ്പൊരുളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആവേശകരമായ ഒരു അധ്യായമാണ്. ഈ പഴശ്ശി രാജ കൂടെ കൂട്ടുന്നത് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. എന്നിട്ട് മരുതോങ്കരയിലെത്തി, തൊണ്ടിപ്പോയിലെത്തി അവിടത്തെ നാടുവാഴിയോട് വേഷപ്രച്ഛന്നരായിട്ടാണ് ചെല്ലുന്നത്. പഴശ്ശി രാജാവായിട്ടല്ല, ഒരു ഒരു കരിമ്പടം കച്ചവടക്കാരനായിട്ടാണ് ചെല്ലുന്നത്. കരിമ്പടം കച്ചവടക്കാരനായി ചേർന്ന് തനിക്ക് ഈ കച്ചവടം നടത്താൻ ഒരു ചെറിയ ഷെഡ് വേണമെന്ന് പറയുന്നപ്പോൾ തൊണ്ടിപ്പോയിലിൽ ഷെഡിന് കുറ്റിയടിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ പഴശ്ശി രാജ കച്ചവട ആവശ്യാർത്ഥം എന്ന നിലയിൽ അവിടെ കുറ്റിയടിക്കുന്നു. നാട്ടിൽ ആളുകൾ വീരപഴശ്ശിയെ കാണുന്നില്ല, എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോ കിട്ടിയ മറുപടിയാണ് കുറ്റിയടിക്കാൻ പോയി എന്ന പ്രയോഗത്തിൽ നിന്ന് കുറ്റിയാടി ലോപിച്ചുണ്ടായി എന്ന് കുറ്റിയാടി നെഞ്ചകത്തോട് ചേർത്ത് വെക്കുന്ന ചരിത്രം. ഞാൻ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അബ്ദുള്ള എന്ന തന്റെ സഹചാരി, തന്റെ സുഹൃത്ത് ഒരു ദിവസം വെള്ളിയാഴ്ച അബ്ദുള്ള ആരാധനയ്ക്ക് വേണ്ടി നമസ്കരിക്കാനായി പോവുകയാണ്. പഴശ്ശി അബ്ദുള്ളയെ കാത്തു നിൽക്കുന്നു. അബ്ദുള്ളയെ കാണുന്നില്ല. ഏറെ നേരം കഴിഞ്ഞ് അബ്ദുള്ള തിരിച്ചെത്തിയപ്പോ പഴശ്ശി അബ്ദുള്ളയോട് ചോദിക്കുന്നു, എന്താണ് അബ്ദുള്ള വൈകാനുള്ള കാരണം? അപ്പോൾ അബ്ദുള്ള പറയുന്നു, പള്ളി എന്നത് വളരെ ദൂരത്താണ് തമ്പുരാനെ എന്ന് പറയുന്നു. അപ്പോഴാണ് മരുതോങ്കരയിൽ കുറ്റ്യാടിക്കടുത്ത്, എന്നാൽ അബ്ദുള്ള വളരെ ദൂരെ പോയി നീ നമസ്കരിക്കേണ്ട, തൊട്ടടുത്തു തന്നെ നിനക്ക് പള്ളി നിർമ്മിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് ചരിത്ര പ്രസിദ്ധമായി തീർന്ന മരുതോങ്കര പള്ളി എന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്ര മഹിതമായ ചരിത്രം, ആവേശകരമായ ചരിത്രം! ഈ സ്നേഹവായ്പകളുടെ, സഹിഷ്ണുതയുടെ ശീലുകളുടെ ഉജ്ജ്വലമായ ഏടുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. പോയകാല സ്മൃതികളും പോയകാല ഊടുവഴികളും പോയകാല ഈടുവെപ്പുകളും പോയകാല ചരിത്രവും ഇന്ന് നമ്മൾ മനസ്സിലാക്കുക. പഴശ്ശിരാജയുടെ തന്നെ സുഹൃത്തുക്കളായി പടയാളികളായി ചമ്പൻ പോക്കരെ പോലുള്ള, അത്തൻകുരിക്കളെ പോലുള്ള ആളുകൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതാണ് നമ്മുടെ നാടിന്റെ ചിത്രം, ഇതാണ് നമ്മുടെ നാടിന്റെ ചരിത്രം. അപ്പോൾ നമുക്ക് അകലാൻ സമയം എവിടെ? അകലാൻ കാരണം എവിടെ? ബോധപൂർവം നമ്മളിൽ വർഗീയത ചെലുത്തുന്ന ആളുകൾ, ബോധപൂർവം നമ്മളിൽ തീവ്രവാദത്തിന്റെ ത്രില്ലുകൾ ഉണ്ടാക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ഈ മണ്ണിനോട്, ജനതയോട് ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട MP നാരായണ മേനോനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ കേരളം അനുസ്മരിച്ചത്. ഒരു വസ്തുത, കേരളം അനുസ്മരിക്കുന്നത് ജന്മദിനത്തിനും ചരമദിനത്തിനുമായി പോകുന്നു എന്നുള്ളതും ദുഃഖകരമായ ഒരു സംഗതിയാണ്. MP നാരായണ മേനോനെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് നാരായണൻ മുസ്ലിയാർ എന്നായിരുന്നു, ആക്ഷേപഹാസ്യത്തോടുകൂടി. എന്തിനാണ് നാരായണ മുസ്ലിയാർ എന്ന് വിളിച്ചത്? ഈ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന തന്റെ ഉത്തമ സുഹൃത്തിന്റെ നിഴലായി അല്ല, MP നാരായണ മേനോന്റെ നിഴലായി കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, ചെമ്പ്രശ്ശേരി തങ്ങൾ, ഇവര് സുഹൃത്തുക്കളായിരുന്നു, ആത്മമിത്രങ്ങളായിരുന്നു. എത്രയോ പള്ളികൾക്കകത്ത് മിഹ്റാബിന് താഴെ നിന്നുകൊണ്ട് MP നാരായണ മേനോൻ അവിടെ തടിച്ചുകൂടുന്ന വിശ്വാസികളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ശീലുകളിൽ ആവേശപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ചരിത്രമാണ്. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാലിനെ ഓടുന്ന കുതിരവണ്ടിയിൽ ചേർത്ത് കെട്ടി ഭൂമിയിലൂടെ വലിച്ചിടച്ച് നാഴികകളോളം കൊണ്ടുപോയി. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിന്റെ ശരീരത്തിൽ നിന്ന് മാംസം ഛിന്ന ഭിന്നമായി തെറിച്ചു വീഴുകയുണ്ടായി. വഴിയോരങ്ങളിലെ സ്ത്രീകൾ, പച്ച കാച്ചിയുടുത്ത, കറുപ്പ് കാച്ചിയുടുത്ത സ്ത്രീകളും എത്രയോ
ഇതര സഹോദരികളും വാവിട്ട് നിലവിളിച്ചു. സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ ചെറുക്കാൻ, സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ പ്രതിഷേധിക്കാൻ. ആണുങ്ങളെ മുഴുവൻ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊല്ലുകയോ പിടിച്ചു കൊണ്ടുപോവുകയോ ചെയ്യുമായിരുന്നു. സ്ത്രീകൾ അരുതു എന്ന് പറയുകയുണ്ടായി. എന്തിനാണ് മോടിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ അപ്രകാരം പീഡിപ്പിച്ചത് എന്ന് നമ്മൾ അറിയുക. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കും ആലി മുസ്ലിയാർക്കൊപ്പം നിലകൊണ്ടു എന്നുള്ളതാണ്. ഇതാണ് പോയ കാല ചരിത്രം. അപ്പോൾ നമ്മുടെ നാടിനോട് സ്നേഹമുള്ളവർ ഈ ചരിത്രത്തെ പുനരാവിഷ്കരിക്കട്ടെ. പ്രഗത്ഭനായ ചരിത്രകാരൻ ആർണോൾഡ് ടോയംബിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചരിത്രത്തിന് ഒരു ആവർത്തനപരതയുടെ നിയോഗമുണ്ട്. ചരിത്രത്തിന് ആവർത്തനപരതയുടെ നിയോഗമുണ്ടെങ്കിൽ തീർച്ചയായും പഴയകാല സ്നേഹവായ്പകളുടെ ശീലുകൾ ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. മമ്പുറം തങ്ങളും കോന്തു നായരും എന്നുള്ളത് ഈ നാടിന്റെ പാരസ്പര്യതയുടെ ജീവസുറ്റ സന്ദേശമായി, ജീവസുറ്റ മുദ്രാവാക്യമായി, ജീവസുറ്റ അടയാളക്കുറിപ്പുകളായി നമുക്കിടയിൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഊടുവഴികളിൽ ഈടുവെപ്പുകളിൽ പ്രസരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് ഈ കേരളത്തിൽ വളരെ മാന്യമായ ഇടം നൽകിയ സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംരംഭങ്ങളെ അനുമോദിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ സെമിനാർ വെറും അക്കാഡമിക തലങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ സ്നേഹബന്ധങ്ങളുടെ പാരസ്പര്യതകളുടെ കൈത്താങ്ങികളായി, പ്രബലങ്ങളായി, പിൻബലങ്ങളായി പരിണമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.